വിഗ്രഹം പോയത് ആദ്യം കണ്ടതാരാ? തിരുമേനിയാണ് സർ. അയാളെവിടെ? അവിടെ ഉണ്ട്. ആരും പേടിക്കണ്ട, ബോധം കെട്ട് വീണത്, അല്ലാണ്ട് കാഞ്ഞു പോയതല്ല. കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ. ഇങ്ങോട്ട് മാറാ. തിരുവേനി ഇപ്പൊ വിളിക്കണ്ട, എനിക്കില്ല. അതെന്താ? വിഗ്രഹം കാണാണ്ടായപ്പോ കിടന്ന കിടപ്പാ. ഇടയ്ക്ക് ഞെട്ടി എഴുന്നേറ്റ് എന്റെ കൃഷ്ണ എന്റെ കൃഷ്ണ എന്നൊന്നും. മകനാണോ? അല്ല, അത് കൃഷ്ണൻ പോറ്റിയല്ലേ, ഇത് ഭഗവാൻ കൃഷ്ണ വിളിച്ചതാ. സ്വാമി അവിടേക്കല്ല, അത് സ്വാമി അരവിന്ദ് സ്വാമി. ഇത് സ്വാമി എന്നെ വിളിച്ചതാ. മരുന്ന് കിട്ടിയ സുലൈമാൻ സ്വാമി. അനുഗ്രഹം കൊണ്ട് കിട്ടി സ്വാമി. ആശ്രമത്തിലെ എല്ലാ പേരും സ്വാമിമാരല്ലേ സ്വാമി? അതെ സ്വാമി. ഇത് നല്ല തമാശ. നന്നായി. കള്ളനും പോലീസും കൂടെ ഇവിടെ സിനിമാ കഥ പറഞ്ഞു നിന്ന് കോൾമൈറോളുവാണോ? നോക്കിയിരിക്കാതെ അറസ്റ്റ് ചെയ്യുവനെ. എന്തിനാ? ചുമ്മാ ഒരു രസത്തിന്. സാറേ വിഗ്രഹം മോഷ്ടിച്ച ഇവനാ. പ്രസിഡന്റ് എന്തായി പറയുന്നേ? ഈ സ്വാമിയോ? ഇവൻ എവിടുത്തെ സ്വാമി? ഇവ ആസാമിയാ. ഓ, ആസാമി അല്ല, ഔറംഗബാദിന്ന്. വിഗ്രഹം കട്ടെടുത്തിട്ട് നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി കിട്ടിയ വേഷമല്ലേ ഇത്? കാവി അമ്മാവൻ സ്വാമി. നിന്റെ ഈ മുഖംമൂടി ഇന്ന് ഞാൻ പൊളിക്കൂടാ. പാർത്ഥാനന്ദ തിരുവടികളെ. സർ, കളക്ടർ വരും. ഓ, കളക്ടർ എന്തിനാ ഇവിടെ വരണം? അത് നേരാണല്ലോ. കളക്ടറെ വിളിച്ചു വെച്ചാൽ ഞാനാ. കളക്ടർ മാത്രമല്ല MLA യും മന്ത്രിയും വരും. കളക്ടറുടെ ഉത്തരവിന്മേൽ ഇവനെ കയ്യാമം വെച്ചുകൊണ്ട് പോകുന്ന നാട്ടുകാര് കാണണം. പോയി കളക്ടറെ സ്വീകരിക്കും സാറേ. നമസ്കാരം സാർ. എന്താണോ വല്ല തുമ്പും കിട്ടിയോ? തുമ്പ് മാത്രമല്ല, മുഴുവനോടെ കിട്ടി തമ്പിക്ക്. സാർ വിഗ്രഹം മോഷ്ടിച്ച ഇവനാ. വെറുതെയാണ് സാർ, എനിക്കിതിനെ പറ്റി ഒന്നും അറിയില്ല. ഇയാള് വെറുതെ എന്തൊക്കെയോ. അല്ല, തെളിവുണ്ട് തെളിവുണ്ട്. എന്ത് തെളിവ്? മാറ്റിപ്പിടി. കാണണോ? കാണണോ നിനക്ക്? വാ സാർ, വന്നാട്ടെ. സാർ കാവ്യാളെ നോക്കിക്കോ. തിരുമേനി എഴുന്നേക്ക്, ആളുകൾ ചവിട്ടി തിരുമ്പും. തിരുമേനി പുറകെ ഉണ്ടാവണം. സാർ കണ്ടോ സാർ? എന്റെ മോളുടെ കയ്യിലിരിപ്പില്ലേ? കയ്യിലിരിക്കുന്നില്ലേ? ഇതാണ് തെളിവ് തിരുമേനി. കൃഷ്ണ താളിയോല. ഈ ക്ഷേത്രത്തിന്റെ ചരിത്രം എഴുതി നിലവറയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന അമൂല്യമായ താളിയോല ഗ്രന്ഥങ്ങൾ ഇതെങ്ങനെ പുറത്തു വന്നു? ഇവൻ എടുത്തത്. പൂട്ടിക്കിടന്ന ക്ഷേത്രത്തിന്റെ ഓട് പൊളിച്ച് ഇവൻ കണ്ടെടുത്തു. നിന്റെ ഉണ്ണിയല്ല, നീ തന്നെയാ. കോടതിയിൽ എനിക്കെതിരായി സാക്ഷി പറയണമെന്ന് പറഞ്ഞ് നീ ഇത് കാട്ടി എന്റെ മോളോട് പറഞ്ഞത് ഞാൻ പറയണോ? ഇവൾ എന്റെ മോളാടാ, തന്തയ്ക്ക് പറഞ്ഞ മോള്. കളക്ടർ സാറേ, ഇത് കട്ടെടുത്ത് ഇവനാണെങ്കിൽ പിന്നെ വിഗ്രഹം കട്ടെടുത്ത് ഇവനല്ലാണ്ട് പിന്നെ ആരാ? എന്താ കളഞ്ഞു പോയ അണ്ണാനെ പോലെ നോക്കി കണ്ട് അറസ്റ്റ് ചെയ്യാൻ ഉത്തരവ് കൊടുക്കും സാറേ. അറസ്റ്റ് എന്റെ ഉണ്ണി അറസ്റ്റ് ചെയ്യരുത്. ഉണ്ണിയല്ല അറസ്റ്റ് ചെയ്യുന്നത്, നിന്നെയാ. വില കൊണ്ടുപോവാ, വില കൊണ്ടുപോവാ. കോടതി കൊണ്ടുപോവില്ലേ? മയില് താനിതെവിടത്തെ ചെയ്യാടോ? പോക്കറ്റ് അടിക്കാരനെയും പിടിച്ചുപറിക്കാരനെയും കൊണ്ടുപോകുന്ന മാതിരി ഈ കുട്ടി വണ്ടിയിലാണോ പാർത്ഥൻ സാറിനെ കൊണ്ടുപോകേണ്ടത്? ഒന്നുമില്ലെങ്കിലും ഒരു വിഗ്രഹ മോഷ്ടാവ് എന്ന പരിഗണന കൊടുക്കണ്ടേ? അതിനു വേണ്ടിയാ ഞാൻ ഈ ആംബുലൻസ് കൊണ്ടുവന്നത്. അവനെ വളരെ നല്ലൊരു ചികിത്സ ആവശ്യമാണ്. ഇനി അവന്റെ ശവം പോലും പുറലോകം കാണരുത്. തല്ലിക്കൊന്നു വല്ല കൊക്കയിലും തല്ലിയേക്കണം.
എങ്ങോട്ടാ? നിർത്താൻ നിർത്താൻ. നീ ആരാന്നാ ചോദിച്ചത്? ഇതുവരെ നീ വെറും ഡ്രൈവർ ആയിരുന്നില്ലേ? അതായത് സാരഥി. ഇനി ഞാൻ സാരഥി. നീ പാർത്ഥനല്ലേ? അപ്പൊ പാർത്ഥന്റെ സാരഥി പാർത്ഥസാരഥി. മോനെ, ഇപ്പൊ നീ എന്നെ തിരിച്ചറിയുന്നുണ്ടല്ലേ? അത് ഈ ദേഹത്തെ അല്ലേ, ദേഹിയല്ലല്ലോ. എന്റെ വിശ്വാസങ്ങളെ പുച്ഛിച്ച് നടന്നവനല്ലേ നീ? എന്നിട്ടിപ്പോ എങ്ങോട്ടാ നിന്റെ ഈ നെട്ടോട്ടം? നീ അറിയാത്ത എന്തോ നിനക്ക് തേടിപ്പിടിക്കാനുണ്ട്. അതിനല്ലേ ഈ നെട്ടോട്ടം? മാതാപിതാ ഗുരുദൈവം എന്ന തത്വം നീ പഠിച്ചിട്ടില്ലേ? അവയിൽ അവസാനത്തേത് ഇപ്പോഴും നിനക്ക് അന്യമാണ്. ദൈവം. ദൈവത്തിനിഷ്ടയിരിപ്പിടം മനുഷ്യഹൃദയമാണെന്ന് ഓർക്കുക. മനുഷ്യഹൃദയമാണ് പരിശുദ്ധമായ പൂജാമുറി. അത് നിനക്കുണ്ട്. അത് പാൽക്കടൽ പോലെ പരിശുദ്ധമാണെന്ന് അച്ഛനറിയാം. ദൈവത്തിന്റെ ശബ്ദം കോടാനുകോടി മന്ത്രങ്ങളിലുള്ളതിനേക്കാൾ സത്യമായി നിന്റെ ഉള്ളിലുണ്ട്. നിശബ്ദം. നീ അത് കേൾക്ക്. നീ നിന്നെ അറിയും. അച്ഛാ, ഇനി പൂമ്പടി കളിക്കാം. ഈ കാണിട്ടത് അത് നോക്കിയിരിക്കണം. ആണ് ആണെന്ന്. അയ്യോ, പൂങ്കൊടിയുടെ കാര്യം. പൂങ്കൊടി ആരടിവൻ? പാർത്തേട്ടാ, ഇത് ഇവനല്ലേ അവൻ? യവൻ. ലവൻ. ലവന് അല്ല, കുശൻ. എടാ നീയല്ലേ എന്നാ കാറില്? കാറിലോ? ഏത് കാറില്? KL 571775 മോഡല് ഫിയറ്റ് കാറ്. ദേ എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. പൂങ്കുടി ഇവനാണ്. ഇത് മാധവേട്ടൻ, പാർത്തേട്ടന്റെ കൂടെ പഠിച്ച മാധവേട്ടൻ. മാധവേട്ടനോ? ഏത് മാധവേട്ടൻ? അങ്ങനെ ഒരു മാധവൻ എന്റെ കൂടെ പഠിച്ചിട്ടേ ഇല്ല. എടാ പാർത്ത, നിനക്ക് എന്നെ മനസ്സിലായില്ല? ഗോളിവർ റോയൽ കോളേജിൽ നിന്നോടൊപ്പം പഠിച്ച മാധവൻ. അവനൊരു മാധവൻ എന്നോടൊപ്പം പഠിച്ചിട്ടില്ല. എനിക്ക് ഓർമ്മയില്ല. ഇവനിത് എന്ത് പറ്റി? എടാ, ഇത്രയും കാലം കഴിഞ്ഞിട്ടും മറക്കാതെ പഴയ ചങ്ങാതിയെ കാണാൻ എത്ര ദൂരം താണ്ടി വന്നവനാ ഞാൻ. എന്നിട്ടും നിനക്ക് എന്നെ ഓർമ്മയില്ലേ?
ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല പാർത്ത, തീരെ പ്രതീക്ഷിച്ചു. ഓ പിന്നെ കൂടെ പഠിച്ച ചങ്ങാതിയെ കാണാൻ കോളിയർന്ന് ഇത്രയും ദൂരം ഓടി വരാൻ ഇവിടെ എന്താ കോളിയർ റോയൽ കോളേജിൽ അലൂമിനി ഫംഗ്ഷനോ? ദേ നിന്റെ വേലത്തിലൊന്നും എന്റെ അടുത്ത് വേണ്ട. പറയടാ, നീ ആ കള്ളത്തമ്പിയുടെ ആളല്ലേ? തമ്പിയോ? ഏത് തമ്പി? തമ്പി നിന്റെ മറ്റേ ഓ ഉണർന്നോ കുംഭകർണൻ? അമ്മ എത്തിയോ? ആരാമേവൻ? അയ്യോ നിന്റെ ഒപ്പം പഠിച്ച ചങ്ങാതി. അയ്യോ അല്ല, നിങ്ങൾക്കൊക്കെ ഇത് എന്ത് പറ്റി? പറ്റിയത് നിനക്കാ. നിനക്കെന്നെ അറിയാം, പണ്ട് മുതൽക്കേ അറിയാം. അറിയാത്ത പോലെ അഭിനയിക്കുക. മോനെ, ഒപ്പം പഠിച്ചപ്പോഴുള്ള കഥകളൊക്കെ മാധവനോട് പറഞ്ഞിരിക്കായിരുന്നു. നീ കോളേജിലെ പടിക്കെട്ടിന്ന് വീണ് കൈയൊടിഞ്ഞതൊക്കെ അതൊക്കെ ഇവിടെ പറഞ്ഞു കേൾപ്പിക്കായിരുന്നു. പാർത്തേട്ടനാ ഒന്നും ഓർമ്മയില്ലാത്ത, ഗുരുവായൂരിലെ സംഭവത്തിലേട്ടനാ ഒന്നും ഓർമ്മയില്ലാത്ത. ഗുരുവായൂരിലെ സംഭവത്തിന് ശേഷമാ ഇങ്ങനെ. ഗുരുവായൂരിൽ എന്ത് സംഭവം? അതൊക്കെ ഒരു വലിയ കഥയാ മോനെ. ജീവനോടെ തിരിച്ചു കിട്ടിയത് തന്നെ ഭാഗ്യം. മതവേട്ടാ, കദളിപ്പഴം കുറച്ച് കിട്ടി. പിന്നെ വെണ്ണ എത്ര നല്ലതാണെന്നറിയില്ല, എന്നാലും വാങ്ങി. കദളിപ്പഴവും വെണ്ണയോ? ഇതാർക്ക്? നിന്റെ ചങ്ങാതിക്ക്. കദളിപ്പഴവും വെണ്ണയും ചേർത്ത് കഴിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല. നല്ല കോമ്പിനേഷനാ. അതാണ് എന്റെ ബ്രേക്ക്ഫാസ്റ്റ്. നീ ഒന്ന് കഴിച്ച്. ക്ഷേത്രത്തിലെ കളവുമായി വിഗ്രഹം കുട്ടനാട് പറമ്പിലുണ്ടെന്ന് അവിടെ കുളിച്ചോണ്ടിരിക്കുക. വേഗം വാ. കുഴിക്കണോ? കുഴിക്ക കുഴിക്ക കുഴിക്ക. സ്ഥലം മാറിയോ? വിഗ്രഹം കിട്ടി. കിട്ടിയോ? എന്റെ കൃഷ്ണ, സ്വപ്നത്തെ കാണിച്ചത് ഇത്ര അച്ചട്ടാവൂന്ന് ഞാൻ കരുതിയതേ ഇല്ല. സ്വപ്നത്തിലോ? അതേന്ന് നേരം പുലരാറായപ്പോ ഇടത്തെ ചെവിയിൽ ഒരു സംഘനാദം. തെക്കേതിലെ കണാരന്റെ പൂവങ്കോഴി കൂവിയതാണെന്നാണ് ഞാൻ കരുതിയത്. പിന്നൊരു അശരീരി. ഭക്ത ശിരോമണിയായ ഫൽഗുനൻ തമ്പി, കുട്ടൻ നായരുടെ പറമ്പിന്റെ കിഴക്കേ മൂലയ്ക്ക് കുഴിക്കേ കളവുപോയ വിഗ്രഹം കിട്ടുമെന്ന്. കോൾമയിർ കോൾമയിർ കൃഷ്ണ, ഇതവൻ തന്നെ കുഴിച്ചിട്ടതാ, എനിക്ക് ഉറപ്പാ. ഭഗവാനോ? അല്ലടോ പാർത്ഥ. എന്താ വന്നല്ല, കണ്ടോടാ നീ കുഴിച്ചിട്ട വിഗ്രഹം. ഞാനോ? ഞാനോന്നോ? പിന്നെ അല്ലാതാരാ? കുഴിച്ചിട്ട കണ്ടുപിടിക്കില്ലെന്ന് കരുതിയോ നീ? ഇല്ല, എനിക്കറിയില്ല. ഇത് കുഴിച്ചിട്ട് ഞാനല്ല. നീ തന്നെയാണ്. ക്ഷേത്രത്തിലെ താളിയോലൊക്കെ എന്തെങ്കിലും കട്ടെടുത്തത് നീയാണെന്ന് ഈ നാട്ടുകാർ കണ്ടതാണ്. വരുവടാ, ഇപ്പൊ വരും. MLA-യും പോലീസും കളക്ടറും ഒക്കെ ഇപ്പൊ എത്തും. എല്ലാവരും ഞാൻ വിവരം അറിയിച്ചിട്ടുണ്ട്. ഇനി നീ രക്ഷപ്പെടില്ല. പ്രിയമുള്ള ഭക്തജനങ്ങളെ, നിങ്ങൾ പറ, എന്ത് ശിക്ഷ നീ കള്ളന് കൊടുക്കേണ്ടത്? ഞാൻ പറയാം. ഭഗവാന്റെ വിഗ്രഹം കട്ടെടുത്തതിനുള്ള ശിക്ഷ ഞാൻ വിധിക്കാം. മാധവ? അതെ, മാധവൻ തന്നെ. ഏത് മാധവൻ? ഇവൻ ആര്? പറയാം. നീ എന്ത് കരുതി? നിന്നെ രക്ഷിക്കാനാണ് ഞാൻ വന്നതെന്നോ? എന്റെ മുതുമുത്തച്ഛന്റെ കാലം തൊട്ടേ ഞങ്ങളുടെ തറവാടിന്റെ വേരോടിയ മണ്ണാണ് ഈ കൃഷ്ണൻ. ഏത് മുത്തച്ഛൻ? മുകുന്ദൻ മുത്തച്ഛൻ. ഏത് തറവാട്? വൈകുണ്ഠപുരം തറവാട്. അതെവിടെയാ? ഇപ്പൊ ഇല്ല, ക്ഷയിച്ചു പോയി. എല്ലാവരും ഇപ്പൊ ചാവക്കാടിനടുത്താണ്. കടപ്പുറത്താണോ? അല്ല, പെരപ്പുറത്ത്. അതാണോ ഇപ്പൊ ഇവിടുത്തെ വിഷയം? അല്ല. എടാ, പടക്കുറുപ്പന്മാരുടെ തറവാടാ ഞങ്ങൾ. വാളും പരിചയം വെച്ച് പൂജിച്ച വിഗ്രഹമാണത്. അതാണ് നീ കട്ടെടുത്തത്. അതുകൊണ്ട് ഇവന്റെ ശിക്ഷ ഞാൻ വിധിക്കും. എന്നാ വിധിക്ക്. ഇവനെ തല്ലിക്കൊല്ലണോ കല്ലെറിഞ്ഞു കൊല്ലണോ? ഏയ്, അതൊന്നും പോരാ ഇവന്. മുത്തച്ഛന്മാരുടെ കാലത്ത് പടക്കുറുപ്പന്മാരുടെ ഒരു 3-ാം മുറ പ്രയോഗമുണ്ട്. മുണ്ടുവെക്ക്. പൊക്കി മുണ്ട് മടക്കി കുത്താൻ പറഞ്ഞു കേട്ടില്ലേ? മുണ്ട് മടക്കി കുത്തണോ? മുട്ടുകാലിൽ മുഴയുണ്ടോ? ഒരു മഴയുണ്ട്. മുട്ടുകാലിൽ ഒരു മുഴയുള്ളവൻ കുടുംബപരമായി മുഴുക്കളനാണെന്നാണ് ശാസ്ത്രം. എന്റെ അനന്തരവനാണ്. കുറ്റമല്ലല്ലോ. ഒന്ന് പുറകോട്ട്. ശിക്ഷ വിധിക്കുന്നത് ഞാനാണെങ്കിലും അത് നടപ്പാക്കേണ്ടത് ഈ കൃഷ്ണവൃത്ത കാരണവരായ തമ്പി അദ്ദേഹം. അതിന്റെ പുണ്യം അങ്ങേക്ക് കിട്ടും. പിന്നെ അത് ഞാൻ ഏറ്റു. നീ മിടുക്കനാണ് മാധവ. ഞങ്ങൾ പടക്കുറുപ്പന്മാരുടെ ആചാരപ്രകാരം ശിക്ഷ നടപ്പാക്കുന്നതിന് മുമ്പ് കാരണവരും നാട്ടുകാരും ഒരു വായ്ത്താരി ചൊല്ലണം. എന്ത് വായ്ത്താരി? എല്ലാവരും കണ്ണടച്ച് ചെവി മൂടി ഞാൻ പറയുന്ന വായ്ത്താരി ഏറ്റു ചൊല്ലിയട്ടെ. എല്ലാവരും കണ്ണടച്ച് ചെവി പൊത്തി ഇദ്ദേഹം പറയുന്ന വായ്ത്താരി ഏറ്റു ചൊല്ലണം. പടകാളി മുറ്റത്തെ പരദേവതമാരെ, പനങ്ങാട് ദേശത്തെ പരകോടിയാട്ടം. ഇത് 2 പ്രാവശ്യം ആവർത്തിച്ചട്ടെ. പടകാളി മുറ്റത്തെ പരദേവതമാരെ, പനങ്ങാട്ട് ദേശത്ത് പരകോടിയാട്ടം. പ്രിയമുള്ള ഭക്തജനങ്ങളെ, ശിക്ഷ നടത്തണം. പോയി എങ്ങോട്ട് പോയണോ? ഓടിപ്പോണോ? പനങ്ങാട്ട് ദേശം. മുതലാളി, മുതലാളി, കരിപ്പൂച്ച, കരിപ്പൂച്ച. അതാ കണാരന്റെ വീട്ടിലെ പൂച്ച. ഒരു ലക്ഷം ഉണക്കമീൻ കൊടുത്താൽ അങ്ങ് പൊക്കോളൂ. അതല്ല മുതലാളി, പോലീസ്.
हमारे मिनिस्टर का दोस्त को कहां छुपाया? ഓ അയ്യോ എനിക്ക് ഹിന്ദി അറിഞ്ഞൂടാ, മലയാളത്തിൽ പറ പൂച്ചേ. കേന്ദ്രമന്ത്രി ബില്ലാരി യാദവിന്റെ ഒപ്പം ഗ്വാളിയറിൽ പഠിച്ച ചങ്ങാതിയ പാർത്ഥൻ. അയാൾ എന്നെ എവിടെയാ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഞാൻ ഒളിപ്പിച്ചു വെച്ചൊന്നുമല്ല, കുട്ടമ്പറമ്പിൽ നിന്ന് കുറ്റിയും പറിച്ച് ഓടിയത് അവനാ. 24 മണിക്കൂറിനകം പാർത്ഥനെ കണ്ടുപിടിച്ച് ഞങ്ങളുടെ മുമ്പിൽ ഹാജരാക്കിയില്ലെങ്കിൽ പിന്നെ താൻ തീഹാർ ജയിലിൽ കിടന്ന് അഴിയെണ്ണേണ്ടി വരും. ചലോ. ആരൊക്കെയാടാ കാരണം അവനെ സഹായിക്കാൻ വരുന്നത്? ആദ്യം ഒരു വരത്ത മാധവൻ, ഇപ്പഴേ മന്ത്രിയും കരിമ്പൂച്ചകളും. എടാ എവിടെങ്കിലും പോയാ പണ്ടാരക്കാരനെ കണ്ടുപിടിച്ചോണ്ട് ഇല്ല അവന്മാര് പറഞ്ഞു കേട്ടില്ലേ ഞാൻ ജയിലിലായി പോകൂടാ. ഞാൻ കണ്ടുപിടിക്കും മുതലാളി. നാളെ നേരം വെളുത്ത് കോഴി കൂതുന്നതിന് മുമ്പ് ഞാൻ അവനെ കണ്ടുപിടിച്ചിരിക്കും. രണ്ട് സാധാ മീൽസ് മേടിച്ചോണ്ടിരാൻ പറഞ്ഞു. ഇതെന്തോന്ന് ചാക്കം കെട്ടില്ലേ? ഇത് തൊണ്ടിയാ, കഴകൻ തൊണ്ടി. ഓ ആ തെണ്ടിയാ. ആ കള്ളത്തമ്പിയുടെ ചാരനായിട്ട് നമ്മളെ കണ്ടുപിടിക്കാൻ വന്നതാ. എന്താ എന്തൊരു വെയിറ്റ്, ഇവർക്ക് കരിമില്ലാണ് ഇതിലൊന്ന്. വായിൽ പോണത്. നീ എന്തിനാണ് അവിടെ വന്നത്? എന്നൊന്നും ചെയ്യരുത്. ശിക്ഷ വിധിക്കുന്നതിന് മുമ്പ് പ്രതിക്ക് പറയാനുള്ളത് കേൾക്കട്ടെ. അവനെ കൊണ്ട് ഞാൻ പറഞ്ഞേക്കാം. എന്തിനാണ് നീ ഇവിടെ വന്നത്? എന്റെ മുതലാളി പറഞ്ഞു കേട്ടോ. ഏത് മുതലാളി? എന്റെ മുതലാളി പലികുണം തമ്പിയ. എന്തിന്? അതെ, നിന്റെ കൂടെ പഠിച്ച ഏതോ ഒരു കേന്ദ്രമന്ത്രി കൃഷ്ണമൂർത്തി വരുന്നുണ്ടെന്ന്. എന്റെ കൂടെ പഠിച്ച കേന്ദ്രമന്ത്രി? ആ, പഠിക്കുമ്പോ കുട്ടിയായിരുന്നു, ഇപ്പഴാ മന്ത്രിയായത്. അതാര്? ഏതോ ബില്ലാരി എന്നോ യാദവെന്നോ മറ്റാണ്. നിനക്ക് മനസ്സിലായില്ലേ? നമ്മുടെ ബില്ലാരി, മദൻ ബില്ലാരി യാദവ് ഗോളിയറിൽ നമ്മൾ ഒന്നിച്ച് ഹോസ്റ്റലല്ലായിരുന്നോ? എടാ പൊക്കം കുറഞ്ഞ ചട്ടിത്തലേ ബില്ലാരി. നിങ്ങൾക്ക് ഓർമ്മില്ലെങ്കിലേ അയാൾക്ക് നല്ല ഓർമ്മയുണ്ട്. അയാൾ കേരളത്തിൽ ഉദ്ഘാടനത്തിന് വരുമ്പോൾ ഇവിടെ വന്ന് നിന്നെ അന്വേഷിക്കും. അപ്പൊ നീ ഒളിവിലാണെന്നറിയും. അതിന് കാരണക്കാരനായി എന്റെ മുതലാളിയെ ഡൽഹിയിലുള്ള കരിമ്പൂച്ചകൾ വന്ന് വല്ല ബീഹാറിലോ തീഹാറിലോ കൊണ്ടുവന്നിടും. അതോർത്ത് കിണ്ടിത്തിനായിട്ട് എന്റെ മുതലാളി പേടിച്ച് ടൂറിസ്റ്റ് ആയിട്ടിരിക്കുക. അതുകൊണ്ട് പാർത്താ നീ പുറം ലോകത്തേക്ക് വന്നേ പറ്റൂ. അല്ല, അയാൾ അകത്താകാതിരിക്കാൻ ഇവൻ പുറത്തു വന്നു കഴിഞ്ഞാൽ ഇവനകത്താകത്തില്ലേ? അതെ, നാട്ടുകാരുടെ കണ്ണിൽ ഇവൻ വിഗ്രഹമൊത്താമല്ലേ, അവരിവനെ തല്ലി കൊല്ലൂലേ? തല്ലുമായിരിക്കും, പക്ഷെ കൊല്ലാതിരിക്കാനൊരു വഴിയുണ്ട്. ഞാനിപ്പോ കൊല്ലല്ലേ കൊല്ലല്ലേ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ കൊന്നില്ലല്ലോ, അതുപോലെ കാലം പിടിച്ച് കരുതി പറഞ്ഞു. ഞാൻ പറയാം, പാർത്ഥൻ പുറത്തു വരും, പക്ഷെ ഒരു കണ്ടീഷൻ. എന്ത് കണ്ടീഷൻ? പാർത്ഥൻ അത് ശരി, എന്നോട് കണ്ടീഷൻ പറഞ്ഞിട്ട് പുള്ളിനെ വിളിച്ചിട്ട് പോവാ. നല്ല കണ്ടീഷൻ. കണ്ടീഷൻ പറയാം. ഞാൻ പുറത്തു വരണമെങ്കിൽ നിന്റെ ആ കള്ളത്തമ്പി നാട്ടുകാരെ മുഴുവൻ വിളിച്ചു വരുത്തി മാപ്പ് വരണം. വിഗ്രഹമോഷണ കേസിൽ എനിക്ക് പങ്കില്ലെന്നും ഞാൻ നിരപരാധിയാണെന്നും എന്നെ കുരുക്കാൻ വേണ്ടി ഇത് അങ്ങേരൊരുക്കിയ തന്ത്രമാണെന്നും പബ്ലിക്കായിട്ട് വിളിച്ചു പറയണം. എങ്കിൽ പാർത്ഥൻ പുറത്തു വന്നിരിക്കും. അങ്ങേരകത്താവാതിരിക്കാൻ സമ്മതിച്ചോ? മുതലാളി മരക്കിന് മാപ്പ് പറയിപ്പിക്കാന്ന് പറയണം, നീ പറയിപ്പിക്കണം. വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അങ്ങേരിലെ വീണ്ടും സ്ഥാനാർത്ഥി. ഇത്തിരി എളിമ കാണിക്കാൻ പറ, എങ്കിൽ വോട്ടും കിട്ടും, പാർത്ഥനും പുറത്തു വരും. ഇല്ലെങ്കിൽ മദൻ ബില്ലാരി യാദവിന്റെ കരിമ്പൂച്ചകൾ വേണ്ട, പറയിപ്പിക്കാം, മാപ്പ് പറയിപ്പിക്കാം. ഓക്കെ.